ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഞാനിന്ന് ആദ്യമായിട്ട് പ്രിയദർശിനി വണ്ടിയെ യാത്ര ചെയ്തു കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് എനിക്ക്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു പ്രിയദർശിനിയിലൊന്ന് യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ അതിനായിട്ട് ഇതുവരെ ഒന്നും സാഹചര്യമൊന്നും ഒത്തില്ല. കാരണം നമ്മുടെ വീടിനടുത്തുനിന്ന് പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ. ഒരു 10 രൂപ പോയിൻ്റ് ബസ് കയറിയാലും നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ബസ് പോകുന്ന സ്ഥലത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ചങ്ങനാശ്ശേരി തിരുവല്ല വരെയാണ് യാത്ര ചെയ്തത്. എനിക്ക് എടത്തുവ വരെയായിരുന്നു പോകേണ്ടത്, പക്ഷേ കിട്ടിയ ബസ് തിരുവല്ലയായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, അവിടെ ഇഷ്ടംപോലെ ബസ് പ്രിയദർശിനി കിടപ്പുണ്ടായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. സർക്കാർ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ പോയ ബസ് നല്ല സിനിമ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നല്ല എൻജോയ് ചെയ്താണ് പോയത് കേട്ടോ. നിങ്ങളെല്ലാവരും പോയി കാണുമായിരിക്കുമല്ലോ. പോകാത്തവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്താണെങ്കിലും ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കാത്തു നിന്നിട്ടാണ് പ്രിയദർശിനിയെ പോകണം. കാരണം സർക്കാർ ചോദിക്കത്തില്ല ഇങ്ങനെ സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾ തന്നെ പോകാഞ്ഞെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് അമ്പലത്തിലോ പള്ളിയിലോ എവിടെ വേണമെങ്കിലും പോകണമെങ്കിൽ പൈസ ഇല്ലെങ്കിലും പോകാമല്ലോ. അവിടെ പോകുന്നതിന് ചിലവൊന്നും ഇല്ലല്ലോ. കുറച്ച് നേരം കാത്തു നിൽക്കണം, അത്ര തന്നെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ നമ്മുടെ പുതിയ സർക്കാരിന് സാധിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. ഞാൻ നമ്മുടെ ഈ നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു. കാരണം ബസ്സിൽ കയറി വെറുതെ ഇരുന്നാൽ മതി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടിക്കറ്റ് എടുക്കാതിരിക്കല് കേട്ടോ. ഫ്രീ ടിക്കറ്റ് ആണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ചെക്കർ വന്നാൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് 500 രൂപ പിഴ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ. അതറിയാൻ മേലാത്ത ആൾക്കാരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് എടുത്താലും കുഴപ്പമില്ലെന്ന് ചിരിക്കരുത്. നമ്മൾ തീർച്ചയായിട്ടും ടിക്കറ്റ് തരാൻ മറന്നുപോലും ചോദിച്ച് വാങ്ങിക്കണം. കാരണം എപ്പോഴാണ് ചെക്കർ കയറുന്നത് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ടിക്കറ്റ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ 500 രൂപ പിഴ കൊടുക്കേണ്ടി വരും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നല്ല യാത്രയായിരുന്നു കേട്ടോ. ഞാൻ നല്ല ആസ്വദിച്ചാണ് പോയത്. കാരണം എപ്പോഴും നമ്മൾ ട്രാൻസ്പോർട്ടേഴ്സ് പോകുന്നതാണേ. എങ്കിലും ഫ്രീ ആയിട്ട് പോകുമ്പോൾ അതിന് പ്രത്യേക ഒരു സുഖം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇനിയും പുതിയ പുതിയ വികസനങ്ങളൊക്കെ നമ്മുടെ സർക്കാർ വരുത്തട്ടെ. ആൾക്കാർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട്, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്നും എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ എത്ര നാൾ പോകുമെന്നും അറിയത്തില്ല. എന്തൊക്കെയായാലും എനിക്ക് സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.